സമയം വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി സിബിയുടെ ആ വാദങ്ങളുണ്ടല്ലോ, അവയ്ക്കുള്ള മറുപടി ഇല്ല. സിബിയുടെ വാദങ്ങൾക്ക് ഇടയ്ക്ക് തന്നെ ഞാൻ കൗണ്ടർ ചോദിച്ചപ്പോൾ സിബിക്ക് ഓർമ്മയില്ല, അറിയില്ല. ഒന്ന് ചെങ്കിസ് ഖാൻ നശിപ്പിച്ച ഏതെങ്കിലും ഒരു പള്ളിയുടെ പേര്, വേറൊന്ന് മാർത്താണ്ഡവർമ്മ കൊള്ളയടിച്ച ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പേര്. ചെങ്കിസ് ഖാൻ പള്ളി നശിപ്പിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള പടയോട്ടങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളെ തുടച്ചു മാറ്റുക എന്ന് പറയുന്ന അന്നത്തെ പടയോട്ടങ്ങളുടെ പൊതു സ്വഭാവമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചെങ്കിസ് ഖാൻ കടന്നുപോയ എല്ലാ വഴികളിലും എല്ലാ രാജ്യങ്ങളിലും അവിടെ നിലനിൽക്കുന്ന മതങ്ങളുടെ ക്ഷേത്രങ്ങളോ ശരിയാണ്. ഈ പടയോട്ടങ്ങളുടെ ഒരു പൊതുസ്ഥിതിയെ പറ്റിയാണ് ഈ സംസ്കാരങ്ങളെ തകർക്കുക എന്നുള്ള, നിലവിലുള്ള സംസ്കാരങ്ങളെ തകർക്കുക. അതുകൊണ്ടാണ് അലക്സാണ്ട്രിയയുടെ ഉദാഹരണം. അതെ, അറിവിന്റെ കേദാരഭൂമിയായിരുന്ന ഗ്രീസിലെ അലക്സാണ്ട്രിയയുടെ ലൈബ്രറി അടക്കമുള്ള എല്ലാം തകർത്ത് കളഞ്ഞത് റോമാ സാമ്രാജ്യമാണ്. മറുപടി ഇല്ല, അതൊന്നും അല്ല പ്രശ്നം. ഈ നിങ്ങൾ ചെങ്കിസ് ഖാനെയും മാർത്താണ്ഡവർമ്മയും ഒരേപോലെ ഡെമണൈസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവർ പറഞ്ഞങ്ങോട്ട് നിരപ്പാക്കുകയാണ്. ഈ സ്പെസിഫിക് ആയിട്ട് ചോദ്യം വന്നു കഴിയുമ്പോൾ പറയും, അല്ല പടയോട്ടങ്ങളുടെ പൊതുസ്വഭാവം അതാണ്. പൊതുസ്വഭാവത്തിൽ ഹിന്ദു പെടുന്നില്ല സാർ, പെടുന്നില്ല. ഈ പറഞ്ഞ ആളിൻ്റെ പ്രായം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഡയറക്റ്റ് ടി വിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് 1992 ഡിസംബർ 6-ാം തീയതിയിലത്തെ സംഭവം. അറിയാമോ? അത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അതെനിക്ക് ഒരു കുറച്ചിലായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഡിസ്പ്യൂട്ടഡ് ആയ സ്ട്രക്ചർ പോലും ആദ്യമായിട്ടാണ് ഹിന്ദു കൈവയ്ക്കുന്നത്. അത് 1992 സ്വതന്ത്ര ഭാരതം വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സാധനം കാണാൻ പറ്റില്ല. ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം പള്ളി നശിപ്പിച്ചിട്ടുണ്ടോ? ഉടനെ നിങ്ങൾ പറയും, ക്ഷേത്രങ്ങളിൽ സമ്പത്ത് കുന്നുകൂടിയിട്ടു. ഏത് ക്ഷേത്രങ്ങളിലാണ് സാർ? പട്ടിണി കിടക്കുന്ന ക്ഷേത്രങ്ങളിലോ? എവിടെയാണ് സമ്പത്ത് കൂട്ടിയിട്ടിരുന്നത്? എത്രയോ ക്ഷേത്രങ്ങൾ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളാണ്. ഈ മട്ടമ്മൽ നരസിംഹമൂർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ശ്രീകോവിലും അതിന് ഒരു ചുറ്റമ്പലവും. ഇത്രയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിച്ചത് എന്തിനാണ്? ശരി, നിങ്ങൾ കൊള്ളയടിച്ചു. നിങ്ങൾ എന്തിനാ ഈ വിഗ്രഹങ്ങളെടുത്ത് ചവിട്ടുപടിയാക്കുക, കിണറ്റിലിടുക, ഈ പരിപാടിയൊക്കെ ചെയ്ത് എന്തിനാ? കള്ളന് കട്ടിട്ട് പോയാൽ പോലെ വിഗ്രഹം നശിപ്പിച്ചത് നമ്മളല്ല കൊള്ളയടിച്ചത്. ടിപ്പു സുൽത്താനും നിങ്ങൾ കൊള്ളയടിച്ചു എന്ന് പറയുന്ന വാക്ക് ശരിയാണ്. ഇപ്പോ അല്ലാതെ നിങ്ങൾ യു റെപ്രസെന്റ് ചെങ്കിസ് ഖാൻ ആൻഡ് ഐ റെപ്രസെന്റ് മാർത്താണ്ഡവർമ്മ. അതാണല്ലോ ഒരു ഡിബേറ്റിൽ സംഭവിക്കുന്നത്. വെൻ യു എക്സ്റ്റെൻഡ് എ ബ്രീഫ് ഫോർ സംബഡി, യു ആർ ഹി. ഇതാണ് അത് വളരെ വ്യക്തിപരമായിട്ടുള്ള അത്തരത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് ഞാനൊരു ചരിത്രത്തിലെ ഒരു പോർഷൻ എടുത്ത സാറിനോട് പറയുമ്പോ സാറ് അതിനെ അല്ലല്ല, ജെങ്കിസ് ഖാനെയും ഞാൻ പടയോട്ടങ്ങളെയാണ് താരതമ്യം ചെയ്തത്. ഞാൻ സാറിന്റെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ പടയോട്ടങ്ങളെയാണ് താരതമ്യം ചെയ്തത്. പടയോട്ടങ്ങളുടെ എല്ലാ കാലത്തും പടയോട്ടങ്ങളുടെ ചരിത്രം തച്ചുടച്ച് കളയുന്ന സംസ്കാരങ്ങളുടെ ചരിത്രം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് തുല്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഹിന്ദു രാജാവിന്റെ കാര്യം പറയൂ നിങ്ങൾ. രാജാക്കന്മാർ പരസ്പരം ആക്രമിക്കുമ്പോൾ അവരുടെ തകർത്ത് കളയുന്ന ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ക്ഷേത്രങ്ങൾ അടക്കമുള്ള എല്ലാ ആരാധനാലയങ്ങളും ഒക്കെ ഉൾപ്പെടുമായിരുന്നു അതിനകത്ത് ഈ കറക്റ്റ് രാജാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ക്ഷേത്രം നശിപ്പിച്ചിട്ടില്ല. ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ സാറിന് കൃത്യമായ മറുപടി ഞാൻ തരുമായിരുന്നു. മാർത്താണ്ഡവർമ്മയും കൊച്ചി രാജാവും ഒക്കെ തമ്മിൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ടോ? ഇല്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് യുവർ ലോജിക് ഈസ് ഇസ്ലാമിക് ലോജിക്. അതുകൊണ്ട് ഇസ്ലാമിനെ പോലെ എല്ലാവരും പെരുമാറിയും നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ അല്ല, വേറിട്ട് പെരുമാറുന്ന ഒരു സമാജമാണ് ഹിന്ദു. ആ ഹിന്ദു പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിന്ദു സൊസൈറ്റി ബിഫോർ പെയിന്റിങ് വിത്ത് ദ സെയിം ബ്രഷ്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുവും ഒക്കെ ദുഷ്ടന്മാരാണെന്ന് പറഞ്ഞ് പെയിന്റ് അടിക്കുന്നില്ലേ? ആ പെയിന്റ് പരിപാടി മനസ്സിലാക്കണം ഹിന്ദു സംസ്കാരം. യു ആർ എ യങ് മാൻ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സാർ ഞാനൊന്ന്